വെൽക്കം ബാക്ക് ടു മാഡ് കപ്പിൾ. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ട്. കണ്ടില്ലേ, ബാക്ക് സൈഡിലുണ്ട്, ഇവിടെ എടുത്തുണ്ട്, ഇവിടെ അടുത്ത ആള് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഇന്നും ഒരു നോർമൽ സൺഡേ അല്ലേ? നോർമൽ സൺഡേ, പിന്നെന്താ ഇന്ന് വേറെ വല്ല ഉണ്ടോ? അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല, ചുമ്മാ ഒരു യാത്ര. തగ్గടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ആദ്യമൊക്കെ മിണ്ടാതിരുന്ന പൂച്ചകളൊക്കെ ഇപ്പോൾ തലമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കൗണ്ടറുകളൊക്കെ കിടക്കിടയ്ക്ക് കേൾക്കാം. അപ്പൊ റോബിനെ പറയടാ, നമ്മളെങ്ങോട്ടാ? നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ടിനോയുടെ ഒരു കസിൻ ഉണ്ട്, പുള്ളി ഒന്ന് മീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മള് നൈഫ് എന്ന് പറയുന്ന സ്ഥലത്ത്, നൈഫ് മാർക്കറ്റ് അത് പോയിട്ട് നമ്മൾ ഇച്ചിരി മന്തി അടിക്കാൻ പോകും. അപ്പൊ ഇന്നൊക്കെ അതൊക്കെയാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുകയും കാണിക്കുകയും ചെയ്യാം. അപ്പൊ ബാക്കിലോട്ട് വിശദമായിട്ട് പറയാനുള്ള ആൾക്കാരൊക്കെ ബാക്കിലോട്ട്. അയ്യോ, നൈഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയൂ? സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട്സ്, സെക്കൻഡ് ഹാൻഡ് വിൽക്കണം, വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണ് നൈഫ്. ഇവരെവിടെ മേടിച്ചു തന്നു? വഴിയാണ് പോകുന്നത്. 4W ആണ് എന്റെ വർക്ക് ചെയ്യുന്ന എവിടെയാ? കൈ കാട്ടുന്നുണ്ട്, കൈ കാണിക്കുന്നു. എന്തോ മെറ്റൽ ട്രേഡിംഗിൽ എന്തോ നമ്മൾ സ്ക്രാപ്പ് നോൺ ഫെറസ് ആൻഡ് ഫെറസ് മെറ്റൽ സ്ക്രാപ്പ് ബിസിനസ് യൂസ്ഡ് സ്ക്രാപ്പ് മെറ്റീരിയൽസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. അത് എല്ലാവരും പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതല്ലേ റോബിൻ സാർ എന്താണ് സാർ ചെയ്യുന്നത്? ചെറിയ കൺസ്ട്രക്ഷൻ പണിയൊക്കെ ചെയ്തു, മഹേശനായിട്ട് കാർപ്പൻ്ററായിട്ടൊക്കെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? പാട്ടറിയോ ഇങ്ങനെയാണോ പാട്ട് പാടുന്നത്? Gold 101.3 FM. അപ്പൊ നമ്മള് ടിനോയുടെ കസിനെ പോയി കണ്ടല്ലേ? അതെ, ടിനോയുടെ കസിനെ കണ്ടപ്പോ ടിനോയെ പോലെ ഒരു മാന്യൻ വേറെ ഇല്ല. മിസ്റ്റർ പെർഫെക്റ്റ്. ഇതാണെങ്കിൽ ബട്ടൺസ് ഒക്കെ ഇട്ടായിരുന്നു സംഭവം. നമ്മൾ വലിയ ഒരു ഫാമിലി ആയിട്ടൊക്കെ അവിടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുന്ന കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച നൈഫ് മാർക്കറ്റ് അതിന്റെ തൊട്ടടുത്തായിരുന്നു. നമ്മൾ നൈഫ് മാർക്കറ്റിലേക്ക് ഒന്ന് പോയി, അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായില്ല. ചിലപ്പോൾ പറ്റുമായിരിക്കും. നമ്മൾ പോയ ഭാഗത്തൊക്കെ വീഡിയോ എടുക്കില്ലെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. പിന്നെ ആ ഏരിയയില് നമ്മൾ അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ചോദിച്ചാൽ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇവിടെ പിന്നെ ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നാട്ടിലാണെങ്കിൽ നമുക്കിപ്പോ അവര് ഇവിടെ മൂത്രം ഒഴിക്കരുതെന്ന് പറയുന്നത് നമ്മൾ അവിടെ തന്നെ ഒഴിക്കും. പക്ഷെ ഇവിടെ അത് പറ്റുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ റൂൾസ് ഫോളോ ചെയ്യും ആക്ച്വലി. അതാ ദുബായ്. നമ്മളൊരു കട്ടിലും പിന്നെ ഒരു കബോർഡും ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് കറങ്ങി നോക്കി. അത്യാവശ്യം പക്ഷെ നല്ല വിലയൊക്കെയാണല്ലേ പറയുന്നത്. സ്റ്റീൽ കട്ടിലും കാര്യങ്ങളും കബോർഡും ഒക്കെ ഭയങ്കര വിലയൊക്കെ പറയുന്നു. ജസ്റ്റ് ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് നോക്കി ഇങ്ങ് പോന്നു. ഒന്നും വാങ്ങിയൊന്നുമില്ല. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഷാർജ മൊബൈലിൽ പോയിട്ട് വേണം നമുക്ക്. റോബിൻ പറയുന്ന അവിടെ നല്ല കല്യാണ ബിരിയാണി കിട്ടും. കല്യാണ ബിരിയാണി അടിപൊളി ഫുഡ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെ പോയി അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഷാർജയ്ക്ക് നേരെ ഇവിടുന്ന് ഷാർജയിലോട്ട് പോകണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനോ? ആഹാ, എന്താണ് സുഖം, എല്ലാരും ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ മാത്രമല്ലല്ലേ ഇതിനെപ്പറ്റി പറയേണ്ടത്. റോബിൻ ഇതിനെപ്പറ്റി അറിയാൻ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്തിയാണ്. ഷാർജയിലെ ഏറ്റവും നല്ല മന്തി കിട്ടുന്ന സ്പോട്ടാണ് യമൻ എന്നാണ് റോബിൻ പറഞ്ഞത്. അങ്ങനൊന്നുമല്ല, ഇവിടെ ബേത്തൽ മന്തി ഉണ്ട്. ഞങ്ങള് മെയിൻലി എന്റെ വൈഫ് ഉള്ള സമയത്ത് സുമി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ പോകുന്ന ചിക്കൻ സ്പോട്ടില് മന്തിയായിരുന്നു. അത് അവര് ഡെലിവറിയും ചെയ്യും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് കുറച്ചുകൂടെ അറബിക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്.
ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് പറയാം. നിനക്കൊന്നും പറയാനില്ലയോ? ഒന്നും പറയില്ല, കഴിച്ചിട്ട് പറയാം. കിട്ടിയാ മതി. കഴിച്ചിട്ട് പറയാം. ഇവിടെ ഒരാള് ഷോ ഒക്കെ ഇട്ടിരിപ്പുണ്ട്. എന്തിനാന്ന് എന്തോ അതെന്താ ആലോചന? നിനക്ക് വന്ന ഷാർജയെ പറ്റി അത് കേട്ടില്ല, നീ ഷാർജ വരുന്നത്. ഷാർജയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാർജ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് കണ്ടപ്പോഴാണ് കൊട്ടാരം പോലെ. എന്നാ ഇവിടെ വന്നിട്ട് റോബിന്റെ കഥ വിഷമം പറ. റോബിന്റെ വിഷമം പറ. ഇപ്പൊ ഭയങ്കര വിഷമത്തിലാണ്. ഭാര്യയെ മിസ് ചെയ്യുന്നു, കുഞ്ഞുണ്ട്, കുഞ്ഞിനെ മിസ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ഫാമിലി ആയിട്ടിരിക്കുമ്പോ പൊതുവെ ഒരു വിഷമം. ഇപ്പൊ റോബി കരയുന്നു അല്ല, എന്താ വെച്ച് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഒരു ഓർമ്മകളുണ്ട്. ഇവിടെ ഈ ഷോപ്പില് നൊസ്റ്റാൾജിയ. 2 വർഷം ഞങ്ങൾ അഴിച്ചു കുറിച്ച് ഇവിടെ നടന്നതാ. അപ്പൊ എപ്പോഴും വരുമായിരുന്നു ഇവിടെ? സ്ഥിരമായിരുന്നടാ. ആ ഷാർജ എനിക്ക് ഇനി പോവാത്ത സ്ഥലങ്ങളില്ല. ഓൾമോസ്റ്റ് എല്ലാവരും കറങ്ങുമായിരുന്നു. രാത്രി 2 മണിക്കൊക്കെ. ഇവള് ഫസ്റ്റ് ടൈം. ഇവനും ഫസ്റ്റ് ടൈം അല്ലേ? എടാ ഇവൻ ലാസ്റ്റ് ടൈം. ഇവൻ ഇവിടാണ്. പക്ഷെ ഇവനെ പറ്റി പറയണം. ഇവനെ പറ്റി രണ്ടു വാക്ക് കൂടുതൽ പറയണം അല്ലേ റോബിന്? ഇവനെ പറ്റി ഒന്ന് പറയണ റോബിനെ. ഇതെന്ന് പറഞ്ഞാല് സുന്ദരനും സുമുഖനും മിസ്റ്റർ പെർഫെക്റ്റ്. അതെ, ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ എല്ലാം ശ്രദ്ധയ്ക്ക് ഇദ്ദേഹം കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇദ്ദേഹം കല്യാണം ആലോചിക്കുന്നുണ്ട്. അപ്പോ അനുയോജ്യമായ ആലോചനകൾ ഉണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കുക. തന്റെ കാരണം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത. ശരി, അവൻ ഇങ്ങനെ കെട്ടാച്ചെറുക്കായി നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. മെനു വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള എല്ലാവരും സെലക്ട് ചെയ്യുക. അവന്റെ കൂടെ അവനല്ലേ അറിയാന്നേ. ചിക്കനും മട്ടറും. മട്ടർ ആക്കിച്ചോട് ബെറ്റർ. മട്ടർ ആക്കി. അപ്പൊ നിനക്ക് ചിക്കൻ ആവണ്ട അല്ലേ? അല്ല, ഒരു മട്ടനും മേടിക്കോ, ഒരു ഹാഫ് ചിക്കനും മേടിക്കും. ചെറിയ പോർഷൻ ചിക്കൻ വാങ്ങിച്ചു. ബീഫാണോ? ബീഫൊന്നുമില്ല. സൂപ്പർ. ഈ ഇലക്ക് ഭയങ്കര കയ്പല്ലേ? ഇത് ആക്ച്വലി ഇത് അറബികളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം സലാഡില്. ഈ ഇല ഭയങ്കര ഇല നമുക്ക് ഹെൽത്തിന് ഭയങ്കര ഇതാന്ന് പറയുന്നത്. ഈ സൂപ്പ് ഏതായിരിക്കും? ഈ സാധനം വരെ ടൊമാറ്റോ എന്തോടാ ഷേവോ? നിനക്ക് സൂപ്പ് അല്ല കേട്ടോ, നിനക്ക് തൊണ്ടക്കേണല്ലേ സൂപ്പ് എടുത്ത് കൂടി. ഇത് ഭയങ്കര ഔഷധങ്ങളുള്ള ഇതാ, ഭയങ്കര വിലയാ. ഇതിന് പക്ഷേ കയ്പില്ലേ? നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിന് പറ. നമ്മൾ ഓർഡർ ചെയ്ത് എന്തുവാ? നമ്മൾ ഓർഡർ ചെയ്ത് ചിക്കൻ മന്തി ഒരു ഫുള്ള്. മട്ടൺ ഫിനിഷ് ആയി. ഇവ കഴിക്കുമ്പോഴേ അതിന് പണം വരുന്നുണ്ടല്ലേ? ചുമക്കാതടാ, സൂപ്പ് എടുത്ത് കൂടി. കുരുമുളകും എങ്ങനെ ഉണ്ടെന്ന് പറ മട്ടൻ? നല്ല ഫ്ലേവർ ഉണ്ട് മട്ടന്റെ. ഇതിൽ പ്രത്യേക എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തു ഇടുക. കുരുമുളക് വരെ ഇടുന്നു. ചിലപ്പോ ഇവന് ഇഷ്ടപ്പെടില്ല അത് ഫ്ലേവർ. പച്ച നല്ല ഫ്ലേവർ. അവൻ എല്ലാത്തിന്റെയും കൂടെ കുരുമുളക് കഴിക്കും. കുരുമുളക് കൂടുതൽ ഉച്ചാധ്യാപകൻ എന്ത് പറഞ്ഞു? എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു? ഉച്ചാധ്യാപകനെ ഇഷ്ടപ്പെട്ടു. അതേ പറഞ്ഞ അടിപൊളിന്ന്. എക്സ്പ്രഷനേ ഉള്ളൂ ഇത്ര. ഭയങ്കര സൈലന്റ്. റോബിൻ എന്തെങ്കിലും അഭിപ്രായം? മുന്നേ കഴിച്ചിട്ടുള്ളല്ലേ? കൊള്ളാം. ഇങ്ങനെ മുക്കി കഴിക്കണം എനിക്ക്. ദോശയോ? അയ്യോ, പക്ഷെ ഇതിനത്ര കയ്പ് തോന്നുന്നില്ല. ഒരേ തവണ പറഞ്ഞോണ്ട് കഴിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ പക്ഷെ ഉപ്പുണ്ട്. അമ്മ ഇത് വാരി വീഴുന്നതാണ്. ഇവിടെ റോബിൻ കഴിക്കുന്നുണ്ടോ? കണ്ടോ, ആട് പുല്ല് ഇരുന്നല്ലോ അവൻ കഴിക്കുന്നത്. ഇത് ആക്ടിങ് അല്ലേ? ഇങ്ങനെയൊക്കെ കഴിക്കുന്ന എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടോ? ഇങ്ങനെ സഹിച്ച് കഴിക്കണം തോന്നുന്നു വീഡിയോയ്ക്ക് വേണ്ടി. ഒരു പീസ് ചെറിയ ഒരു കയ്പും പുളിയും. ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സലാഡ് കിട്ടുന്ന സാധനം. എന്റെ പേരറിയോടാ? ഓ അങ്ങനെ വേണ്ട, നമ്മൾ നാച്ചുറലാ. ഇത് അറബികൾ കഴിക്കുന്നതാണ്, ഏറ്റവും നല്ല ഹെൽത്തി ആണെന്ന് പറയും. പക്ഷെ ഇത് പേര് ആർക്കും അറിഞ്ഞു.
പേര് ആർക്കും നമുക്കറിഞ്ഞൂടാന്ന് പറയാം. എങ്ങനെയുണ്ടാ സൂപ്പ്? തൊണ്ടയ്ക്ക് ആശ്വാസം ഉണ്ടോ? ഉണ്ട്. ആശ്വാസം ചുമന്നു. കുറച്ച് മുളകിട. നമ്മുടെ കുരുമുളക് റെസിപ്പി. ഇത് നല്ലതാണ് നാരങ്ങ പിഴിഞ്ഞ. എനിക്കറിയത്തില്ല ഇവൻ അറിവില്ല സംസാരിച്ചു. ഹിന്ദി പറഞ്ഞില്ല. അന്റെ ഇംഗ്ലീഷ് പറയുന്നു. ഇപ്പൊ എന്തോ പറഞ്ഞിട്ട് പോയേ. എടാ അവനെ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു, ഓക്കെ, നിങ്ങൾ കേട്ടല്ലേ, ഹിന്ദി സംസാരിച്ചു, അറബി സംസാരിച്ചു, എല്ലാ സമയം സംസാരിച്ചു. അവൻ എന്ത് ഭാഷയാ പറഞ്ഞത് എനിക്കറിയില്ല. അവൻ ആഫ്രിക്ക. നിനക്ക് ഭാവി ഉണ്ടറിയാ. അല്ല ഇപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് ചിക്കനും മട്ടനും ആണോ അതോ ചിക്കൻ മാത്രമേ ഉള്ളൂ? ചോദിച്ചു നോക്കാം എന്താ സംഭവം. അത് തന്നെ കഴിക്കാൻ പറ്റുമ്പോ എല്ലാവർക്കും, ഇല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ മേടിക്കാം. അത്ര നമ്മളൊത്തിരി ലേറ്റ് ആയിട്ടാ വന്നെ. എല്ലാം ഫുള്ളായി. നമ്മൾ വന്ന ടൈം മൺസൂണല്ലേ. മട്ടറാ ചിക്കനാ. ഇപ്പൊ നമ്മൾ മേടിച്ച സാധനത്തിന്റെ പേര് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും മട്ട്ഫൂഡ്. ഇത് നോർമൽ മന്തി. ഇത് നോർമൽ മന്തി, ചിക്കൻ മന്തി, ഇത് ചിക്കൻ മൺഫൂഡ്. ഓ അതുപോലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാം. ആരെ എന്താ ഇത് ഇങ്ങനെയാണോ ഇത് ഞെക്കി കഴിഞ്ഞാ സാധനം വരും. ടെക്നോളജി ഇതിന്റെയൊക്കെ നല്ലൊരു റൈസ് മാത്രം ആദ്യം. കഴിച്ചു തുടങ്ങി ഇവിടെ. റൈസ് മാത്രം. റൈസ് മാത്രം കഴിച്ചിട്ട് ഞാനും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. അയ്യോ അവന്റെ ചിരി. ആരും അഭിനയിക്കണ്ട കേട്ടോ. അതായിട്ട് അത് കഴിക്കും. റൈസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാവരും ഈ പ്ലേറ്റ് അല്ല കഴിക്കുന്നത്. ഈ പേപ്പറിനകത്ത് ഇട്ട് കഴിക്കും. ഈ കവറില് ഞാനവിടെ പുലാവ് കഴിക്കുന്ന അങ്ങനെ. ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? മൺസൂൺ ടിനോയ്ക്ക് ഇതാന്ന് പിടിച്ച്. ഇത് ഇഷ്ടപ്പെട്ടില്ല? അത് കുഴപ്പമില്ല. ഒരു കൂടുതൽ മസാല യൂസ് ചെയ്തിട്ടില്ല അറബികൾ. ഹെൽത്തി അല്ലേ? മയണൈസും ഇല്ല, എരിവുണ്ട്. നമ്മൾ ചിലർക്ക് മയണൈസ് ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല. ചിക്കൻ സ്പൂട്ട് മയോണൈസാ. ടിനോ കഴിച്ചു കഴിഞ്ഞോടാ. ഇത് മൊത്തം നീയാണോ തിന്നേ? അല്ല, ഇതുണ്ട്. ആ സൂപ്പർല്ല ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നടാ? നല്ല കൂട്ടി. റോബിന് അവനോട് ചോദിക്കണ്ടായിരുന്നില്ല, അവരെപ്പോഴും ഇവിടെ സ്ഥിരം കസ്റ്റമറാണ്. എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഫുഡ് കഴിഞ്ഞ് തളർന്നു പോയവരൊക്കെ ഉണ്ട്. തളർന്നു അഭിനയം മാത്രമേ ഉള്ളൂ. നമുക്കൊന്നും പറയില്ല. ആ ഒരു കുനാഫ പറഞ്ഞിട്ടില്ല. വളരെ കനത്ത ബോളിംഗ് ആയിരുന്നു ഇതിലിപ്പം. ഞാൻ മാത്രമല്ല ഇല്ലാത്ത വീഡിയോ എടുക്കേണ്ട തിരക്കിനിടയ്ക്ക് എനിക്ക് അധികം ഒന്നും കിട്ടിയില്ല. എടാ അളിയാ റോബിനെ, ടീനോ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടു പോലെടുത്ത ജോലി തന്നെ. നമുക്ക് വേണേൽ ഡെയിലി എപ്പോൾ വിചാരിച്ചാലും ഒരുമിച്ച് കാണാം. ആ
നമുക്ക് 5 മിനിറ്റ് കാര്യം. നാളെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഗ്രൂപ്പ് ചെയ്യും. അത് വിചാരിക്കാൻ പറ്റും. അത് വിചാരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. നീ വിചാരിക്കൂല. ജോലിപരമായിട്ടുള്ള തിരക്കുകൾ അവ വിചാരിക്കൂടാ, അവ വിചാരിക്കും. നാളെ ഫോട്ടോ വരും അളിയാ ഗ്രൂപ്പിൽ. അവനിന്ന് വിചാരിച്ചത് കൊണ്ട് അവനിന്ന് നാളായിരിക്കും. ഇവരെന്നെ ഒരു ശകലം വിശ്വാസമില്ല കേട്ടോ. എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്നെ കുറിച്ച് നിന്നെ കുറിച്ച് പറയാനെന്ന് പറഞ്ഞ നീ ഓക്കെ സംഭവം ശരിയാണ്. നീ വന്നത് കൊണ്ടൊക്കെയാണ് നമുക്ക് ഇതെല്ലാം പറ്റിയത്. കാര്യങ്ങളെല്ലാം ശരിയാ. പക്ഷെ നീ എപ്പോ വരാനാ വിളിച്ചേ? ഇവിടെ ഭയങ്കര തിരക്ക്. നീ ആലോചിച്ചോക്ക്, വണ്ടി ഓടിക്കാൻ വയ്യ. ഓടിത്തരണ്ടായിരുന്നു അത് സമയത്ത്. തഗ്ഗാണല്ലേ തഗ് ഒന്നാമത്തെ ഒരു വണ്ടി ഓടിക്കാൻ വയ്യ, ട്രാഫിക്ക്. ഇങ്ങനെ വണ്ടി ഓടിച്ച് വരണ്ടേ? ഓടിക്കുന്നില്ലല്ലോ. ബാക്കിയാര് വണ്ടി ഓടിക്കുന്നില്ല. ലൈസൻസ് കാണിക്കണേ. ലൈസൻസ് കാണിക്കണം. മതി നീ ഇപ്പൊ കാണിക്കും. നീ ഇപ്പൊ കാണിച്ചിട്ട് എഡിറ്റ് പോയാൽ മതി. കാട്ടപ്പുറത്ത് എന്തുകൊണ്ടെന്ന് എന്ത് ചെയ്തോണ്ടെന്ന് മൊബൈലിൽ കാണിച്ചാൽ മതി. നാട്ടിൽ ലൈസൻസ് ഉണ്ട്, അറിയോ? പക്ഷെ വേറെ കാര്യമുണ്ട്. നാട്ടില് ഞങ്ങളുടെ കൂട്ടത്തില് നാട്ടില് ആദ്യം ലൈസൻസ് കിട്ടിയാണ്. ഇവൻ എന്തോടാ, ഇവന് ആ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് തൊട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. ഞാൻ 8ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ട് തുടങ്ങി. ഓ നീ ബോബി ചെമ്മണ്ണൂര് ബോബി ചെമ്മണ്ണൂര് പിന്നെ മറ്റേ ലെവലില്ലേ ബാങ്ക് പോയില്ല. അന്ന് പോയി അതെ അറിയാം. അതെ, ഇവരെല്ലാ കാര്യങ്ങളും അറിയാം, തുടക്കം തൊട്ട് അവസാനം വരെ. എനിക്ക് ക്യാമറമാനായിട്ട് ഇവരെ വന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ബാംഗ്ലൂർ വരെ പോയതേ. അത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഫ്ലൈറ്റ് എടുക്കണമെന്ന് വിചാരിച്ചാൽ അവന് കിട്ടിയില്ല. അതെന്താ കളിയാ? ഈ കണ്ടി നിന്റെ കാര്യമാണ് പറയുന്നത്. അല്ല അവനെ ചോദിച്ചു, എന്റെ കാര്യങ്ങളെല്ലാം അവൻ അറിയാമല്ലോ, അതുകൊണ്ട് ചോദിച്ചു. അതെന്താ കളിയാ? കീഴില്ല. ഫ്ലൈറ്റിന്റെ കീയോ? ഫ്ലൈറ്റിന്റെ കീയോ? ഈ തല വെയിലത്തൊന്നും കൊണ്ടിടല്ലേ. ഇവൻ പിന്നെ ഹെലികോപ്റ്റർ ഇറക്കി വിടുവോ? ഇവിടെ ഇറക്കി വിടുവോ? അതിന് കാറ്റാവുന്ന അവിടെ എടുത്തില്ല. കാറ്റ് മറ്റേ സിനിമയിൽ അതിനകത്ത് പോലെ അടി സക്ക് ചെയ്ത് പറഞ്ഞിട്ട് ഓടിക്കുന്നത് പോലെ ചില കയറിയിട്ട് ഹെലികോപ്റ്റർ ഓടിക്കുന്നത്. ആശാനെ ഞാൻ ഹെലികോപ്റ്റർ ഓടിക്കാൻ പഠിച്ചത്. ഏടാ ഇവിടെ ഒച്ച ഉണ്ടാക്കി ഇറക്കി വിടൂ. അത് പിന്നെ നേരെ ഇരിക്കടാ. ഇതെന്തോ എഴുതി വെച്ചിരിക്കുന്നത് ഉടുപ്പേല്. കൊടുക്കലോ വയററിയാതിരിക്കാൻ അവൻ ഫ്രീ സൈസ് ഇത് ഇട്ടോണ്ട് പക്ഷെ അത് തയ്യുന്നില്ല അവന്. അയ്യോ ഇത് ഇത് ഞാൻ ഓർത്തില്ല ഇത് റെഡിമെയ്ഡ് ആണ്. കുനാഫ ഇത് റെഡിമെയ്ഡ് ആണ്. ഇത് ഞാൻ ഇപ്പോഴാണ് അത് കൈ പിടിച്ചേ. കുനാഫ ആ ഞാൻ തൊഴിയത്. ഇതിന് എത്ര നേരം എടുക്കണം സെറ്റ് ആവണമെങ്കിൽ? അങ്ങനെയൊന്നുമില്ല, ഓൾറെഡി നിറഞ്ഞാണ്. ആ സാധനത്തിന് ചൂടുണ്ടോ? മതി. ഒത്തിരി ഒഴിക്കണോ? ഫുള്ള് ഒഴിച്ചാലേ കറക്റ്റ് ആവും എന്നാ പറയുന്നത്. ദേ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. അത് പിടിക്കട്ടെ. അച്ചു വെള്ളം ഇറക്കുന്നു. റോബിന്റെ വായിലും വെള്ളം വരുന്നുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും, വെള്ളം ഇറക്കാതിരിക്കും. ടിനോയ്ക്ക് മാത്രമേ ഉള്ളൂ ഒരു വികാരം ഇല്ല. കണ്ടോ അടുത്ത തിന്നോ? ഇത് ഇവൻ പിന്നെ ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് പപ്സ് കഴിക്കാതിരുന്നതിന്റെ കാര്യം അറിയും. പപ്സ് കഴിച്ചാൽ പൊടി താരം വീഴും. ഇവനാ റോബിനായിരുന്നു. പപ്സ് കഴിച്ചാൽ നാണം കെടുന്നു. എന്താ കാര്യം? പൊടി താരം വീഴും. ഓ അദ്ദേഹം വലിയ ആളാ. ടിനോയെ രണ്ടും പല്ല് യക്ഷിപ്പല്ല്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, നിനക്ക് തരത്തില്ല, എനിക്ക് വേണ്ട. മതി മതി. ഇതിനകത്തോ ഡെസ്റ്റിനേഷൻ സഫാരിമാണ്. രാവിലെ 9-7 വരെ അവിടെ നിന്നിട്ട് ഇവിടുന്ന് എന്നോട് സഫാരി പോകണം. കാര്യം ഇവിടുന്ന് ദുബായി കൊണ്ടുപോയിട്ട് അവിടുന്ന് തിരിച്ച്
ഇവിടെ വന്ന് ഷാർജ കയറിയപ്പോ സഫാരി വാളി ജോലി ചെയ്യുന്നതിന് സഫാരി വാള് കാണിക്കാൻ കൊണ്ടുപോലും. അവനതൊക്കെ ഒരു പുതുമയാണ് അവനതൊക്കെ ഒരു പുതുമയാ. അവനാകപ്പാടെ നീ മറ്റേ കാര്യം പറ ബോർഡർ താണ്ടി കഴിഞ്ഞപ്പോ ഇവന്റെ ബിൽഡിംഗ് കാണിച്ചു വീട് പറഞ്ഞു. ഇത് ഞങ്ങള് ദുബായിൽ നിന്ന് ഷാർജ ബോർഡർ കയറി. ആക്ച്വലി ഇവൻ താമസിക്കുന്നത് ഷാർജ ബോർഡറിലാണ്. അളിയ ഇതാണ് ഷാർജ, ടിനോയുടെ വീട് ഇതിന്റെ തൊട്ട് ബാക്കിലാണ് ടിനോ താമസിക്കുന്നത് പറഞ്ഞു. ടിനോ പറഞ്ഞു ഞാൻ ഇവിടെ ഒന്നുമല്ല താമസിക്കുന്നത്. അറിയത്തില്ല. അവൻ പറയുക ആ ശരിയാണല്ലോ, അത്രയ്ക്കും വിവരം കണ്ടവരാണ് ഈ ഇരിക്കുന്നത്. അയ്യോ ഇനി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? കഴിച്ചു കഴിഞ്ഞാലും ഫ്ലാഗ് ഐലൻഡാ? അബദ്ധത്തെ ഞാൻ പറഞ്ഞു പോയി. ഇല്ലെങ്കിൽ തെളിവുണ്ട്. തെളിവായി ഇല്ലെങ്കിൽ വന്നിട്ട് നാട്ടിക്ക് റോസ്റ്റ് ചെയ്യും. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 20 യൂട്യൂബിലത്തെ ടീനോ ഈ വീഡിയോക്ക് റോസ്റ്റ് ചെയ്യും. വീട്ടിൽ കൊണ്ടല്ല ടിഷ്യൂ അവന്റെ കീഴിലാ ടിഷ്യൂ കൊണ്ട് വെച്ച്. അവനാണെങ്കിൽ റേഷൻ തരുന്നല്ലോ തരുന്നത്, 1/2 പീസ്. അവൻ ടയർഡൊന്നുമല്ല, അവന് നെറ്റില്ല. ആ പെണ്ണിപ്പോ ഇടിക്കുവന്. കഴിച്ചു കഴിഞ്ഞോ? പെപ്സി ഇതൊക്കെ കുടിച്ചോ? അപ്പൊ എല്ലാരും ഹാപ്പി ആയില്ലേ? ഫുഡ് കഴിച്ചെല്ലാരും ഹാപ്പി അല്ലേ? ഓക്കെ. എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പറയുവാണ് അവിടെ കസേര ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ. കസേര ഇരുന്ന് കഴിക്കാനായിരുന്നെങ്കിൽ പിന്നെ സ്റ്റോപ്പ് നിൽക്കുക എന്നാണ് ഇത്. കണ്ടോ തടഞ്ഞു നിർത്തിയേക്കോ? ആരാണ്ട് വിളിച്ചു നിർത്തി. ആ നീ അവിടെ നിന്നോ? വന്നു നടക്കാൻ സമയമായി. ഞങ്ങൾ നടക്കുക. ഏകാന്തമായിട്ട് നടക്കുക അല്ലേ? അവനെ ഇതെന്ന് പറഞ്ഞാൽ തറവാട് വീട് പോലെയാണ്. അത് മോഹൻലാലായതല്ല, അത് അടിച്ചു പോയതാണ്. അത് സംഭവം അവന് ഇവിടെ പറയുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ തറവാട് വീട് പോലെയാണെന്ന് പറയുന്നത്. ഷാർജ ഇവിടെ നമ്മുടെ നാരായണ ചേട്ടന്റെ കട, സുധാകരന്റെ കടയുണ്ട്. പിന്നെ റോഡിൽ കൂടെ പോകുന്നവരെ കൈ കാണിക്കുക, ഹായ് ലോലപ്പ എന്തുകൊണ്ട് വിശേഷം? അവര് തിരിച്ച് വേറെ എന്തൊക്കെയാ പറയുന്നത്. ഏത് ലൊക്കാലിറ്റി പോയാലും അളിയനോടൊരു ഫ്ലാറ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. ഫ്ലാറ്റുകൾ ഇത്രയും രൂപ എങ്ങനെയാ താമസിക്കുന്നത്? ഓരോ ദിവസം ഓരോ റൂമിലായിരിക്കും. അടുത്ത വർഷം ഷാർജ സെറ്റിൽ ചെയ്യണോ? റെന്റ് കുറവല്ലേ? റോബിന്റെ വണ്ടിയുടെ സൗണ്ട് അല്ലേ കേൾക്കുന്നേ? വണ്ടി കണ്ടുപിടിക്കുവാണോ? റോബിൻ ഷാർജയുടെ രാജാവ്. റോബിൻ വണ്ടികൾ ഓടിക്കുന്നു. പോയി കേറാ. ഞാൻ ഇവിടുന്ന് കയറിക്കോളാം, എന്നെ ഇങ്ങോട്ട് കേട്ടണേ. ദുബായിലെ അമ്പരചുംബികളായ റോഡിലൂടെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അഭിചാരിതമായി ഞങ്ങൾക്ക് കണ്ടുമുട്ടിയ ഞങ്ങളുടെ ഡ്രൈവർ ദുബായിയും ഷാർജയും അഴുകി കുടിച്ച ഒരു യുവാവായിരുന്നു. അദ്ദേഹത്തിനോടുള്ള ഒപ്പമുള്ള ഞങ്ങളുടെ യാത്ര വളരെയേറെ വിനോദപ്രദവും അതോടൊപ്പം തന്നെ വിജ്ഞാനപ്രദവുമായിരുന്നു. അദ്ദേഹത്തിനോട് 2 വാക്കുകൾ നമുക്ക് കേൾക്കാം. ദുബായിയെ പറ്റിയും ഷാർജയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ അതിമനോഹരമായ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ. സ്റ്റാർട്ട് ചെയ്ത കഥ പറയണം. ഫസ്റ്റ് ആക്ച്വലി ബുദ്ധിനയിലാണ്. ഇവിടെ ഷാർജ ബുദ്ധിന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഫസ്റ്റ് വെജ്മി എന്റെ അറിവിൽ സ്റ്റാർട്ട് ചെയ്തത്. ഉള്ളവരും പറയാലോ, അറിവ് കൂടിയ ടിന. അപ്പൊ മറ്റൊരാളുടെ അറിവിൽ എവിടെയായിരിക്കും അതെനിക്കറിയില്ല, ഗൂഗിൾ ചെക്ക് ചെയ്യാൻ. പക്ഷെ എന്റെ അറിവില് ഞാൻ ഫസ്റ്റ് കാണുന്നേ അത് പറ. എന്റെ അറിവിൽ ഞാൻ ഫസ്റ്റ് മുച്ചിരുന്ന് കാണുന്നത്. അവിടെ കാണുന്നേ 6-7 മാസമായി.
അതുകൊണ്ട് ആ കാണുന്നത് ഫിഷ് മാർക്കറ്റ് ആണ്. ഏതാ ബിൽഡിംഗ്? അതുകൊണ്ട് ആ പള്ളി പോയിരിക്കുന്നത്. അപ്പുറത്തിരിക്കുന്നത് ജുബൈൽ ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റേഷൻ ഉണ്ട് ബൈക്കിൽ. ഫ്ലാഗ് ഈ സംഭവം ഇത് ഗോൾഡ് സൂക്കാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഗോൾഡ് സൂക്ക്. ഷാർജ. ഷാർജയിലുണ്ട് ഗോൾഡ് സൂക്ക്. കൊണ്ടതാ. നമ്മള് ദുബായിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാർജയിലെ ഗോൾഡ് സൂക്കിൽ നമ്മൾ വരും. ടിനോയെ മുൻനിർത്തിയായിരിക്കും നമ്മൾ ഷാർജയിലെ ഗോൾഡ് സൂക്കിൽ കയറാൻ. ഓക്കെ, നമ്മളിപ്പോ പോകുന്നത് ഇവിടെയാണ്. ഫ്ലാഗ് ഇല്ല. ഇതാണോ ഫ്ലാഗ്? ആ ഫ്ലാഗ് ആണോ? ഇവിടെ ഫ്ലാഗ്. അവിടെ എന്താ പ്രത്യേകത? അവിടെ ഈ ഐലൻഡ് വെള്ളം. ലൈറ്റ് ഉണ്ട്. ഇത് തന്നെയാണോ ഞാൻ റീലില് കണ്ടേ? ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന. അത്ര നടക്കാനുള്ള സമയം നമുക്കില്ല. നടക്കാൻ വരും. നല്ല സ്ഥലം, നല്ല വൈബാ. ഇതാണല്ലേ ഫ്ലാഗ് ഐലൻഡ്. ഇതിങ്ങനെ നടക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഇതാ സിന്തറ്റിക് ട്രാക്ക്. അതല്ല പുല്ലേ. അല്ലാതെ ഇവിടെ വേറെ എന്താ പ്രത്യേകത എന്ന് ഞാൻ ചോദിച്ചത്. ഇവിടെ ഓടാൻ പറ്റും. ഈ ലേക്ക് ഉണ്ട്. നിങ്ങൾ നിൽക്കുക, ഫോട്ടോ എടുത്തരാം. ടീനോടെ ഫോട്ടോ എടുക്കുവാണോടാ? കിട്ടുമോന്നോ? ഇതെന്തോടെ ഇങ്ങനെ നിൽക്കുന്നത്? പേടി വയറ് കാണുമോ? ഈ ടീഷർട്ട് കുഴപ്പമില്ല. ടീനോടെ ഫോട്ടോ. ടീനോടെ ഒരു വീഡിയോ എടുക്കട്ടെ. ഇവിടെ പ്രതിമ പോലെ നിൽക്കുന്നേ. ഇത് പോട്ടാണോടാ അപ്പുറത്ത്? ഇത് ഫിഷ് മാർക്കറ്റാ. ഏത്? ഇത് ഫിഷ് മാർക്കറ്റ്. നമ്മൾ ആ റോഡിൽ കൂടെ കൊണ്ട് അങ്ങനെ ഇവിടുന്ന് മീനെ ചൂണ്ടിട്ട് പിടിക്കും. ഇത് ഫിഷ് മാർക്കറ്റ്. അതിനപ്പുറം അണ്ടി ഇട്ടിട്ടാ ചൂണ്ടിട്ട്. ഏത്? ആ ചുവന്ന വട്ടോ? അത് പോർട്ടാണത്, ഷാർജ പോർട്ടാ. ആ ചുവന്ന ലൈറ്റ് കത്തുന്നത് അങ്ങ് വരെ ഉണ്ടല്ലേ ലൈറ്റ്. ബാബിനെ ശ്രദ്ധിക്കാം. അങ്ങോട്ട് പോയാലും വണ്ടി തൊട്ടടുത്ത് ചെല്ലും. അതുകൊണ്ട് അങ്ങോട്ട് പോന്നെ. റൗണ്ടിലാ. ഓക്കോ. ആ എടാ ഫുട്ബോൾ തൊഴിക്കടാ പോയി. ഇതാണ് സിനോയുടെ സഫാരി മാൾ. ഇതുണ്ടോ അങ്ങോട്ട് കയറാനുള്ള ഇങ്ങോട്ട് പോട്ടോടാ. എന്തിനാണ് എനിക്കെന്ത് ടിനോയെ ഇറക്കാൻ പോവല്ലേ നമ്മള്? ഇതേ നേരെ സവാരി മണി കൊണ്ടുവിടാ. താമസിന് കയറിപ്പോ അങ്ങോട്ട് കയറാനുള്ള തിരക്കാ. ഇതെന്തോ യൂണിവേഴ്സിറ്റിയാണോ? അത് പല പല ഇതുണ്ടോ, പല സെക്ഷന്. ഓ ഇത് അകത്തോട്ടുണ്ടല്ലേ? അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ടീനോ പോവുകയാണ്. ടീനോയുടെ മോന്ത മാത്രം കാണുന്നില്ല. ഈ യാത്രയിലെ ടീനോയുടെ ഇറങ്ങുകയാണ്. ടാറ്റ കൊടുത്തിട്ട് പോകാം. അങ്ങനെ ടിനോ പോയി. ഇനി അടുത്തത് ഞങ്ങളാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഈ യാത്രയുടെ അവസാനം റോബിൻ നമുക്ക് വേണ്ടി ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പാട്ടി. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനകത്ത് വെട്ടമില്ലാത്തതുകൊണ്ട് ആർക്കും ഞങ്ങളെ കാണാൻ പറ്റത്തില്ല.
അങ്ങനെ ഈ ചരിത്ര പ്രധാനമായ വ്ളോഗ് അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ റൂമിൽ തിരിച്ചെത്തി. എന്നാലും റോബിന്റെ അച്ചുവിന്റെ യാത്ര അവസാനിക്കുന്നില്ല. എടാ ഇവിടെ അല്ലടാ, ഇങ്ങനൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഞായറാഴ്ച യാത്ര അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. റൂമിലെത്തുന്നതായി ഇപ്പൊ എത്തും 11 മണി. പക്ഷെ അച്ചുവിന്റെയും റോബിന്റെ യാത്ര ഇപ്പോഴും അവസാനിച്ചില്ല. ഇനിയും ജബുലാലി വരെ അവർക്ക് വീട്ടിൽ പോകാനുണ്ട്. അങ്ങനെ ഞങ്ങളെ അവർ ഇവിടെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. അല്ല, ബിൽഡിംഗ് ഇല്ലടാ, ബിൽഡിംഗ് അപ്പുറത്താ. ആ റോഡ് ക്ലോസ് ചെയ്യണം. അല്ല, ഇതല്ലേ റോബിനെ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഓക്കെ ബൈ. ഇവര് വണ്ടി ഓടിച്ചു പോകും. അങ്ങനെ അവർ പോയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ബിൽഡിംഗ്. ഇതിലാണ് ഞങ്ങളുടെ താമസം. ബിൻദാഗ് അൽത്തവാർ അൽക്കിസീസ് ഇൻഡസ്ട്രിയൽ അല്ലല്ലോ, ഇൻഡസ്ട്രിയൽ അപ്പുറത്ത്. സ്ഫടികോജ്ജലമായ ബിൽഡിംഗ്. ഇവിടെ ആളുണ്ട് ഇപ്പോഴും. നേരത്തെ ഒന്നും അങ്ങനെ ഇരിക്കാറില്ല. അപ്പോൾ ഇതാണ് ഇതിൽ നിന്നിട്ട് അതിൻ്റെ പേര്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.